ഹായ് നമസ്കാരം. അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുടെ 32ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പയ്യന്നൂർ അന്നൂരിൽ താമസിക്കുന്ന വേലോത്ത ഗോവിന്ദേട്ടനെ പറ്റിയാണ്. വേലോത്ത ഗോവിന്ദേട്ടനെ പറ്റിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഗോവിന്ദേട്ടനോട് ചോദിച്ചറിയാം. ഗോവിന്ദേട്ടൻ നമസ്കാരം. കുറെ വർഷങ്ങളായി ഗോവിന്ദേട്ടൻ ഇവിടെ അന്ത്യാർവട്ടത്തിലും അന്നൂരമ്പലത്തിലും മറ്റമ്പലങ്ങളിലും എത്ര വയസ്സായിരുന്നു അത്ര കാലം നമ്മൾ ഇതിൻ്റെ ആവിർഭാവം മുതൽ എന്ന് പറഞ്ഞാൽ ആക്കി. പിന്നെ ഞാനായത് മുതൽ നമ്മൾ ഒരു ചെറിയൊരു 5-6 വയസ്സാകുമ്പം തന്നെ ഞാൻ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. തലേനെരി പോലും മറ്റേ ഇതെല്ലാം അങ്ങനെ അമ്പലത്തിലും എല്ലാം നമ്മൾ പണ്ടേ പോയിരുന്നതാണ്. ഇങ്ങനെ ഇടക്കാലത്ത് പോകുന്നൊന്നുമല്ല. സ്ഥിരമായിട്ട് നമ്മൾ പരമ്പരയായിട്ട് തറവാട്ടിൽ നമ്മളെ അമ്പലമായതുകൊണ്ട് പണ്ട് അങ്ങനെ ചെയ്ത് വരുന്നു. അതുപോലെ ഇപ്പോൾ അവിടുത്തെ ഈ ഉത്സവ കാലഘട്ടത്തിൽ വേണ്ടുന്നതെല്ലാം ചെയ്ത് കൊടുക്കും. മറ്റേ പിന്നെ നിറ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൊടുക്കലും മറ്റേ ഇങ്ങനെയുണ്ടല്ലോ കുന്നുക്കുമല്ലോ അങ്ങനെ നിറ ഇതിൻ്റെ കാര്യങ്ങൾ ഓണം വിഷു അതിൻ്റെ സമയത്തിൻ്റെ കഴിഞ്ഞ സാധനം എല്ലാം കൊണ്ട് കൊടുക്കലും അങ്ങനെ വേണ്ടുന്നതെല്ലാം നമ്മൾ സജീവമായിട്ട് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തലേനെരിക്കാവലും അങ്ങനെ തന്നെ അവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നൃത്തത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചാലും അവർക്കറിയാത്തതെല്ലാം നമ്മൾ പറഞ്ഞ് എല്ലാം അതിൻ്റെ വഴിക്ക് എല്ലാം അടിയന്തരാധി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സംഭവം നടന്നിട്ട് ഇപ്പം വളരെ ഇതായിട്ട് തലേനേരിക്കാവും ഈ അന്ത്യാർവട്ടവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ക്ഷേത്രമാണ്. പണ്ട് നമ്മൾ തറവാടായിരുന്നു അവിടെ തലേനേരി. അപ്പോൾ പണ്ട് ഈ കുട്ടകത്തുനിന്ന് ഈ തെളിക്കാരൻ്റെ അവരുടെ കുടുംബത്തിൽ നിന്നാണ് പണ്ട് ഇത് അടിയന്തരത്തിൻ്റെ അരിയും കൊണ്ടുപോയ സമയത്ത് അവിടെ അടിയന്തരം കഴിഞ്ഞിനി. അപ്പോൾ അവരൊരു വല്ലാത്തൊരു ഇണ്ടലാക്കുന്ന മാതിരി ഒരു വല്ലാത്ത വിഷമം കഴിഞ്ഞു. അതുകൊണ്ട് അപ്പം ഈ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത വിഷമായി. ഒരു നടിയിൽ അരി വെച്ച് തോതിട്ട് വരുന്ന സമയത്ത് ആ ദേവി കൂടെ ഇവിടെ വന്നു. അതിപ്പോൾ തലക്കാൻ്റെ ഒരു തറവാടാണെന്നല്ലേ അവിടെ ചോദിച്ചു. അപ്പോൾ അരിയും ഈ പാതാളം എന്ന് പറഞ്ഞാൽ ഈ തണ്ണുലും ആ കൂട്ടയിൽ ഇന്ന് അരി ഇത് തുള്ളയിട്ട് ഇങ്ങനെ നീവുണ്ട്. അപ്പോൾ പ്രശ്നവശാൽ ദേവി കൂടെ വന്നിട്ടുണ്ട്. ദേവിക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സമീപിച്ചു. അവിടെ പണ്ട് മാറാൻ അങ്ങനെ പണ്ട് വന്ന ഉത്സവം വലിയ സമയത്ത് അത് ശരിക്കും നടന്നു കഴിഞ്ഞാൽ നമ്മൾ നിരുവാധികം ദേവിക്ക് തരാൻ പറഞ്ഞു. സുഖപ്രസവമായി അങ്ങനെ സ്ഥലം ദേവിക്ക് നിരുവാധികം വിട്ടുകൊടുത്തു. അതാണ് ഈ ബന്ധം. ആടുന്നത് കൊണ്ട് ആടുന്ന ഈ തിരുവായുധമെല്ലാം വരുന്നത് അത് ദേവിക്ക് തന്നെ വിട്ടുകൊടുത്താണ്. ആർക്കും രജിസ്റ്റർ ചെയ്ത് കൊടുത്തല്ല. അന്നൂരമ്പൂരും അങ്ങനെ കഴിവില്ലാത്തതുകൊണ്ട് കമ്മിറ്റിക്കാരൻ നടക്കുന്നതല്ലാണ്ട് അതും ആർക്കും കൊടുത്തില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട്. അതാണ് ഇതുമായിട്ടുള്ള ബന്ധങ്ങളിലാണ്. ഇതെല്ലാം ഉത്തരവാദിത്തമുള്ള ക്ഷേത്രമാണ്. എന്ത് ജോലിയാണ് ഇപ്പം ചെയ്യുന്നത്? ഞാനിപ്പോൾ നാടൻ പണിക്ക് പോകലുണ്ട്. അതിപ്പോൾ നാടൻ പണിയൊന്നും എടുക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ കടല കൊടുക്കലുണ്ട്. എത്ര കൊല്ലമായി? 40-40 കൊല്ലത്തിന് മേലെ. ശരിക്കും പറഞ്ഞാൽ 40-45 കൊല്ലമായിട്ടുണ്ടാവും. വേറെ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ? വേറെ എല്ലാം ചെയ്യലുണ്ട്. ഇത് ഈ കല്യാണത്തിന് വിളമ്പാൻ പോലുണ്ട്. മറ്റേ ഇങ്ങനെ ഞാൻ പല പണിയെടുക്കുന്നുണ്ട്. ഈ മാല കെട്ടും എല്ലാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. വൈകുന്നേരമാകുമ്പോൾ ഈ കടല കൊടുക്കും. പറഞ്ഞാലേ ഈ ദിനേശിൽ 13 കൊല്ലം ഉണ്ടായിന്. ബാക്കി മുമ്പെല്ലാം പ്രൈവറ്റ് വീടിയായിരുന്നു. ഭാരത് വീട് ഈ ഗുരുകുർമ്മ മറ്റേ വലിയ അന്നല്ലോ പറഞ്ഞ വീടുകളെല്ലാം ഉണ്ടല്ലോ പ്രൈവറ്റ് കമ്പനിയിൽ. അതെല്ലാം ധരിച്ചിട്ട് പിന്നെ ദിനേശ് കിട്ടി. ദിനേശിൽ പോയി അവിടെ 13 കൊല്ലം എടുത്തിന്. അത് വന്നിട്ടും 1996 മതിയാക്കിന്. അന്നേരം പിന്നെ ഈ PF-ൻ്റെ ഇതിൻ്റെല്ലാം പൈസ ഇത് കിട്ടുമല്ലോ. അവസാനം പിന്നെ ഒരു കടലാസ് വന്നു. അതപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായില്ല അത് പിന്നെ ഈ 10 കൊല്ലത്തെ സർവീസ് ഉള്ളവർക്ക് ഈ പെൻഷൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ വന്ന കടലാസ് അത്. അപ്പോൾ ഞാൻ 13 കൊല്ലമായി. അങ്ങനെ ആ ഒരു പെൻഷൻ കിട്ടും. എൻ്റെ ഭാര്യയും 2 മക്കൾ അവരെ കുഞ്ഞുങ്ങളുണ്ട്. അവരും വരും. അവർ വേറെ താമസമായി. പോയിന്നെ എപ്പോൾ അമ്പലത്തിൽ പോവും. പിന്നെ അവിടെ കടല വറുക്കലുണ്ട്. ഇവിടെ 5-6 പണിയെടുക്കലുണ്ട്. വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ വേറെ എവിടെയെങ്കിലും നാടൻ പണീൻ്റെ കയ്യിനും പോവും. എല്ലാ പണിയും എടുക്കും. അമ്പലത്തിലേത്തെ ഒരു കമ്മിറ്റിയാണ്. വേലോട്ട് നമ്പി പറഞ്ഞ അമ്പലത്തിലേത്തെ ഒരാളാണ്. അന്ത്യാലോട്ടാണെങ്കിൽ അവരതാണ്. അന്ത്യാലോട്ടപ്പോൾ തെയ്യം കൂടാനായി. അന്നൂരിലെ വേലോത്ത് നമ്പിത്തറവാട്ടിൽ നാരായണി അമ്മയുടെയും KP കുഞ്ഞിരാമ പൊതുവാളുടെയും മകനായി ജനിച്ചു. കുഞ്ഞുനാൾ തൊട്ട് തന്നെ അന്നൂരമ്പലം, തലേനേരി ശ്രീ പൂമാല ഭഗവതിക്കാവ്, അന്തിമഹാകാളിക്കോട്ടം എന്നീ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ
സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഗോവിന്ദേട്ടൻ. മറ്റുള്ളവരിൽ നിന്നും ഗോവിന്ദേട്ടനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ദിനചര്യകളാണ്. മതബോധനാനീഗമനം ഗത്വാമൃതം കഞ്ചനം വൈദേഹീകരണം വിളായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം. വെളുപ്പിനെഴുന്നേറ്റ് അമ്പലത്തിൽ പോയി ദേവന് ചാർത്താൻ മാല കെട്ടുകയും നമ്പൂതിരിയുടെ കയ്യാളായും പ്രവർത്തിക്കുന്നു. ബാക്കി സമയങ്ങളിൽ നാടൻ പണികളായാലും ദേഹെണ്ണത്തിലായാലും യാതൊരു മടിയും കൂടാതെ ഏർപ്പെടുന്നു. തന്റെ ഈ പ്രായത്തിലും തനിക്ക് ആവുന്ന ജോലികളൊക്കെ ചെയ്ത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃകയാകുകയാണ് അന്നൂരിലെ സ്വന്തം ഗോവിന്ദേട്ടൻ. വിശ്വാകാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകാവം. ഇതിനൊക്കെ പുറമെ ഗോവിന്ദേട്ടനെ കുറിച്ച് എടുത്തു പറയാനുള്ളത് അന്നൂർ അമ്പല പരിസരത്ത് 45 വർഷത്തിലേറെയായി കടല വറുത്ത് ഉപജീവനം അനുഷ്ഠിച്ചു വരുന്നു എന്നതാണ്. ഗോവിന്ദേട്ടനെ പറ്റി അറിയാത്ത വ്യക്തികളായി അന്നൂരിൽ ആരും തന്നെയില്ല. എല്ലാവർക്കും സുപരിചിതനും ഏറെ പ്രിയപ്പെട്ടവനുമാണ് വേലോത്ത് ഗോവിന്ദേട്ടൻ.